السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ഈ മഹത്തായ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ വിദ്യാർത്ഥിനികളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ മൗലികമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ മതം അവന് സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദുനിയാവ് അവൻ ആഗ്രഹിക്കുന്നവർക്കും അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കുമെല്ലാം അവൻ നൽകും. ഇവിടെ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കും ദുനിയവിയായ ഭൗതികമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ മതം അഥവാ ഇസ്ലാം അത് സ്വീകരിക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള സൗഭാഗ്യം അത് അള്ളാഹു തെരഞ്ഞെടുക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവന് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവൻ്റെ ഇസ്ലാം എന്നുള്ളത്. ആ ഇസ്ലാമിനെ അവൻ മനസ്സിലാക്കുന്നതും അവൻ നിലനിർത്തുന്നതും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ പഠിക്കുകയും ആ പ്രമാണങ്ങൾക്കനുസരിച്ച് കൊണ്ട് അവൻ്റെ ജീവിതം അവൻ ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഏതൊക്കെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് വിശുദ്ധ ഖുർആനാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണ്. ഈ വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുമുള്ള കാര്യങ്ങളാണ് ഇസ്ലാം എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി ഒരു കാര്യം ഖുർആനിലുണ്ടോ അത് ഇസ്ലാമിൽ തെളിവാണ്. ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിലുണ്ടോ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ, പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ, പ്രവാചകൻ അംഗീകരിച്ചിട്ടുണ്ടോ, പ്രവാചകൻ അത് ചെയ്യാൻ കൽപ്പന കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം ദീനിൻ്റെ കാര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഈ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളും വിശുദ്ധ ഖുർആനാണെങ്കിലും പ്രവാചകൻ്റെ ഹദീസുകളാണെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി ഗവേഷണം ചെയ്ത് കണ്ടെത്തി പറഞ്ഞ ഒന്നല്ല. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുവരെ സമൂഹത്തോട് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സുവരെ പ്രവാചകനായിരുന്നില്ല. അള്ളാഹുവിൻ്റെ വഹി എപ്പോഴാണ് പ്രവാചകൻ ലഭിച്ചത് അന്ന് മുതലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി തീർന്നിട്ടുള്ളത്. ആ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹാഖയിൽ പറയാണ്, വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ. ഈ നിങ്ങൾ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊരിക്കലും ഒരു കവിയുടെ കവിതയല്ല. വലാ ബിഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ, ഒരു ജ്യോത്സ്യ വർത്തമാനങ്ങളുമല്ല. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന, ഈ ലോകത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്ന് പ്രവാചകന് അവതരിച്ചു കിട്ടിയ വാചകങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അതൊരു കവിതയല്ല, ജ്യോത്സ്യന്റെ വാചകങ്ങളല്ല. അത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. ഇനി പ്രവാചകന്റെ ഹദീസുകളും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ കാര്യങ്ങൾ, മതത്തിൻ്റെ കാര്യങ്ങൾ സ്വന്തം ഇച്ഛപ്രകാരം പറയാറില്ല. അങ്ങനെ പറയാൻ പ്രവാചകന് അധികാരമില്ല. കാരണം ഈ ദീന് പ്രവാചകൻ്റെതല്ല, അള്ളാഹുവിൻ്റെതാണ് മതമെന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, ഈ ദീനിൻ്റെ ഒരു വിഷയത്തിൽ പ്രവാചകന് പഠിപ്പിക്കാത്ത, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹി ലഭിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം പ്രവാചകന് കെട്ടിപ്പറഞ്ഞാൽ ആ പ്രവാചകന്റെ കണ്ടനാടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുറിച്ചു കളയും. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വധിച്ചു കളയുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഒരു വാചകം പോലും, ഒരു ഹർഫ് പോലും
ദീൻ്റെ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കാൻ അർഹതയില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണെങ്കിലും അത് രണ്ടും ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. അത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ വഹയിലൂടെ മാത്രമാണ്. ഖുൽ ഇന്നമാ ഉൻദിറുക്കും ബിൽ വഹി, നബി നിങ്ങൾ ആളുകൾക്ക് പ്രഖ്യാപിച്ചു കൊടുക്കണം, ദിവ്യബോധനത്തിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഉത്ബോധനം നൽകിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വന്തം ഇച്ഛപ്രകാരമോ തൻ്റെ ഇഷ്ടപ്രകാരം പ്രവാചകനൊന്നും കൽപ്പിക്കാറില്ല. പ്രവാചകന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും അള്ളാഹുവിൻ്റെ വഹയി വരാതെ പ്രവാചകൻ പ്രാവർത്തികമാക്കിയിട്ടില്ല. ബൈത്തുൽ മഖ്ദിസിലേക്ക് പ്രവാചകൻ നമസ്കരിക്കുന്നു, പ്രവാചകൻ ആഗ്രഹമുണ്ട് കഅബയിലേക്ക് ഖിബ്ല തിരിയണം, പക്ഷെ റസൂലുള്ളാഹിക്ക് തിരിയാൻ അർഹതയില്ല. അള്ളാഹുവിൻ്റെ വഹയി എപ്പോഴാണ് വന്നത് അപ്പോൾ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയെ ഖിബ്ലയാക്കി നിശ്ചയിച്ചിട്ടുള്ളൂ. ഈ രണ്ട് പ്രമാണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള, മുസ്ലിമീങ്ങൾക്ക് അഭിമാനിക്കാവുന്ന പ്രമാണങ്ങളാണ് നമ്മുടെ കൈവശമുള്ളത്. സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്. ഹിന്ദു മതമുണ്ട്, ക്രിസ്ത്യൻ മതമുണ്ട്, അതുപോലെ ജൈനമതമുണ്ട്, ബുദ്ധമതമുണ്ട്. ഇനി മതമില്ലാത്ത ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ആ പ്രത്യയശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കുമൊക്കെ അടിസ്ഥാനപരമായി അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അവർ കാണുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഒന്നാമത് പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ന ഉറപ്പുള്ള ഏക ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മാത്രമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ നമുക്കറിയാം 14 നൂറ്റാണ്ടുകൾക്കും അവതരിക്കപ്പെട്ടതാണ്, ഇന്നും ഇന്നലെയും അവതരിക്കപ്പെട്ടതല്ല. ആ ഖുർആനിൻ്റെ കൂടെ തന്നെ പ്രവാചകന്റെ ഹദീസുകളുമുണ്ട്. അതല്ലാതെ ആദ്യം ഖുർആൻ ഇറങ്ങി പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷം റസൂൽ അങ്ങനെ ഹദീസ് പറയാൻ തുടങ്ങി, അങ്ങനല്ല. ആ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായ കാര്യങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കും. ആ ഖുർആനിന് പുറമെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ഹദീസ് എന്ന് പറയാം. ഇത് രണ്ടും, ഖുർആനാണെങ്കിലും സുന്നത്താണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആ പ്രമാണങ്ങൾ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ബാത്തിൽ പോലും അതിലേക്ക് കടത്തിക്കൂട്ടാൻ ആളുകൾക്ക് സാധ്യമല്ല. നമ്മൾ സാധാരണ പറയാൻ ഒരു വള്ളിയോ പുള്ളിയോ ഒരു ഹർക്കത്ത് പോലും ഫത്ഹോ കസ്റോ ദമ്മോ അതുപോലും മാറ്റാൻ കഴിയാത്ത വിധം ഈ ലോകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഏക വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ഒരു ബാത്തിൽ ഖുർആനിലേക്ക് കയറുകയില്ല. തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, അത് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ഖുർആൻ നാം സംരക്ഷിക്കും. അതുപോലെ തന്നെ വിശദീകരണമായ പ്രവാചകന്റെ ഹദീസുകളെയും സംരക്ഷിക്കും. അത് സംരക്ഷിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, ഈ സദസ്സിൽ തന്നെ, എൻ്റെ മുന്നിലിരിക്കുന്ന സദസ്സിൽ തന്നെ 100 കണക്കിന് ഹാഫിദ്മാരുണ്ടാകും. ഞാനൊരു പക്ഷേ കൈപൊക്കാൻ പറഞ്ഞാൽ കൈപൊക്കും അവർ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഒരു ഹർഫ് പോലും തെറ്റാതെ പാരായണം ചെയ്യാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ട് സഹോദരന്മാരെ. എന്നാൽ ബൈബിള് ഒരു ഹർഫ് പോലും തെറ്റാതെ കാണാപാഠം പഠിച്ച ഒരു പാതിരി പോലും ഒരു പക്ഷേ ഈ ലോകത്തുണ്ടാവുകയില്ല. പോപ്പിന് പോലും ചിലപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊള്ളുന്നില്ല. ലോകത്തൊരു മതഗ്രന്ഥവും മുസ്ലിം സമുദായം മനഃപ്പാഠമാക്കുന്നത് പോലെ മനഃപ്പാഠമാക്കുന്നില്ല. അത് ഹദീസുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ആളുകൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. സഹീഹ് ബുഖാരി മനഃപ്പാഠമുള്ള, സഹീഹ് മുസ്ലിം മനഃപ്പാഠമുള്ള, അതുപോലെ തന്നെ ഇമാം തിർമിദിയുടെയും അബൂദാവൂദിന്റെയും ഒക്കെ ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമുള്ള 10,000-കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയ മനുഷ്യന്മാർ ഇന്നും ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് മാത്രമുള്ള, ഇസ്ലാമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. ലോകത്തൊരു മതത്തിലും ഇത് കാണാൻ സാധ്യമല്ല. ഒരു മതക്കാർക്കും ഇത് പറയാനും സാധ്യമല്ല. മനഃപ്പാഠത്തിലൂടെ അതുപോലെ തന്നെ എഴുതി സംരക്ഷിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ സംശയിക്കാറുണ്ട്, ഹദീസുകൾക്ക് കുറെ കഴിഞ്ഞ് വന്നതല്ല. അല്ല, വിശുദ്ധ ഖുർആൻ എപ്രകാരം സംരക്ഷിക്കപ്പെട്ടുവോ അപ്രകാരം തന്നെ പ്രവാചകന്റെ ഹദീസുകളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം, ഒരു പ്രമാണം, അത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ട ഖുർആന്റെ കയ്യെത്ത് കോപ്പികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ബർമിംഗ്ഹാം പിന്നെ
യൂണിവേഴ്സിറ്റിയിലുള്ള അതിൻ്റെ സർവകലാശാലയിലെ ലൈബ്രറി സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്ത് പ്രതികൾ, അത് ആധുനിക ശാസ്ത്രീയ പഠനങ്ങളിലൂടെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ എഴുതപ്പെട്ടതാണ്, അതോ 14 നൂറ്റാണ്ട് കാലം പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതിയാണ് എന്ന് ഇത് ശാസ്ത്രീയമായിക്കൊണ്ട് തെളിയിക്കപ്പെട്ടതായിക്കൊണ്ട് BBC അടക്കമുള്ള മാധ്യമങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ 14 നൂറ്റാണ്ടുകളായി ഒരു വ്യത്യാസവുമില്ലാതെ സംരക്ഷിക്കപ്പെട്ട ഏത് ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമാണ്. ആ ഖുർആനും സുന്നത്തും ഒരിക്കലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യം ഉണ്ടാവില്ല. ഇത് സമൂഹത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന വസ്തുത എന്താ? ഈ ഹദീസിന് ഖുർആനെതിരാണ്, അല്ലെങ്കിൽ ഖുർആനെതിരായ ഒരുപാട് ഹദീസുകളുണ്ട്. ഇല്ല സഹോദരന്മാരെ, ഇല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞൊരു കാര്യം ആ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓതിയ ഖുർആനെതിരാവുകയില്ല. എന്തുകൊണ്ട്? ആ ഖുർആൻ റസൂലുള്ളാഹിന്റെ തിരുനാവിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ആ പ്രവാചകന്റെ ഹദീസുകളും ആ റസൂലുള്ളാഹിന്റെ തിരുനാവിലൂടെ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞ കാര്യം മറ്റൊരു കാര്യത്തിന് എതിരാവുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരിക്കലും പ്രവാചകന്റെ ഹദീസുകൾക്ക് എതിരാവുകയില്ല, ഹദീസുകൾ ഒരിക്കലും വിശുദ്ധ ഖുർആനും എതിരാവുകയില്ല. അത് പരസ്പരം പൂരകമാണ്, കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ആ വിശുദ്ധ ഖുർആനിലെ അബദ്ധം നമുക്ക് കാണാൻ സാധ്യമല്ല, ഹദീസുകളിലും അബദ്ധമില്ല. നമുക്കറിയാം, ഇന്ന് ശാസ്ത്രമാണ് മതത്തേക്കാൾ വലുതെന്നും ശാസ്ത്രബോധമാണ് മതവിജ്ഞാനത്തേക്കാൾ വലുതെന്നും വിശ്വസിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ശാസ്ത്രം ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയും, ശാസ്ത്രം ഇന്ന് പറഞ്ഞ് നാളെ തിരുത്തി പറയും. പക്ഷെ വിശുദ്ധ ഖുർആൻ അങ്ങനൊരു സംഗതിയില്ല. നമുക്കറിയാം, ഇന്ത്യയുടെ ഭരണഘടന എത്ര കുറഞ്ഞ വർഷമായിട്ട്, നൂറ്റാണ്ട് പോലും ആയിട്ടില്ല. ആ നൂറ്റാണ്ട് പോലും ആകുന്നതിനിടക്ക് തന്നെ 100-ലധികം തവണ ഇന്ത്യയുടെ ഭരണഘടന തിരുത്തിയിട്ടുണ്ട്. എത്ര ബുദ്ധിശാലികളായ ആളുകൾ അതിവിദഗ്ധമായി കൊണ്ട് തയ്യാറാക്കിയ ഇന്ത്യയുടെ ഭരണഘടന പോലും ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് 100-ലധികം തവണ തിരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ 14 നൂറ്റാണ്ടായി ഇന്ന് വിശുദ്ധ ഖുർആനിന്റെ അക്ഷരം പോലും തിരുത്തിൽ ആവശ്യമില്ലാത്ത വിധം അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അനുകൂലമാണ്, ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബുദ്ധിക്ക് എതിരാകുന്ന ഒരു കാര്യവും അള്ളാഹുവിൻ്റെ ഖുർആനിലില്ല, റസൂലുള്ളാഹിന്റെ ഹദീസിലില്ല. ചില ആളുകൾ പറയും ആ ഹദീസ് ബുദ്ധിക്കെതിരാണ്. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു വിദ്യാർത്ഥികൾ മനസ്സിലാക്കിക്കോ. എന്താ മനസ്സിലാക്കേണ്ടത്? ആ പറയുന്ന മനുഷ്യന് ഒന്നുകിൽ ബുദ്ധി കുറവായിരിക്കും, അതല്ലെങ്കിൽ അവന് പ്രമാണം പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ദീനിന്റെ വിജ്ഞാനങ്ങൾ അവന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു പൂർണ്ണമായ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും വന്ന കാര്യങ്ങൾ. അത് ബുദ്ധിക്കെതിരാണ്. ഒന്നുകിൽ അവന് അല്പജ്ഞാനിയായിരിക്കും, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും മനസ്സിലാക്കാത്ത ആളുകളായിരിക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കേട്ടാൽ അതിനെതിരെ ഒരുപാട് പരിഹാസങ്ങൾ കേൾക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിഹസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വിവരമില്ലാത്തവരാണ്, വിവരം കെട്ടവരാണ്, വിവരദോഷികളാണ് നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകളെ പരിഹസിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. എന്ത് ഹദീസ്, എന്ത് ബുഖാരി എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കിക്കോ, ആരാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി? ഇമാം ബുഖാരിയുടെ 4 പോയിട്ട് 100 കിലോമീറ്റർ അപ്പുറത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്ത, ബുദ്ധിവൈഭവം കൊണ്ടും വൈജ്ഞാനികമായി കൊണ്ടും ഒന്നും നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾ പറയുന്നു ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ വൈരുദ്ധ്യമുണ്ട്, അത് സ്വീകരിക്കാൻ പറ്റൂല, എല്ലാ ഹദീസും സ്വീകരിക്കാൻ പറ്റൂല. എൻ്റെ പൊന്നു വിദ്യാർത്ഥികൾ മനസ്സിലാക്കിക്കോ, പ്രവാചകൻ പഠിപ്പിച്ച് സ്വഹീഹ ഹദീസുകൾ അത് മുഴുവൻ സ്വീകരിക്കണം, അതിൽ ഒന്നുപോലും തള്ളാൻ പാടില്ല. നമ്മുടെ ബുദ്ധിക്കെതിരായ ഒന്നും റസൂലുള്ളാഹിന്റെ ഹദീസിലില്ല, അള്ളാഹുവിൻ്റെ ഖുർആനിലില്ല. നമുക്ക് വിജ്ഞാനമില്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ തോന്നുകയാണ്. അത് നമ്മുടെ വൈജ്ഞാനിക പരിസരത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തുമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിശുദ്ധ ഖുർആനിൽ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഒരായത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ ആ ആയത്തിന് പോലും, ആ ആയത്ത് റസൂലിൽ നിന്ന് ആര് കേട്ടു, ആ ആരിൽ നിന്ന് ആര് കേട്ടു, അതിൻ്റെ കൃത്യമായ പരമ്പര ഇന്നും നമ്മുടെ കൈകളിലുണ്ട്. പ്രവാചകന്റെ ഒരു ഹദീസ് കേട്ടാൽ, സഹീഹുൽ ബുഖാരിയിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ്, ആ ഹദീസ് പ്രവാചകൻ ആരോട് പറഞ്ഞു, അയാൾ ആരോട് പറഞ്ഞു എന്ന ആ പരമ്പര ഇന്ന് നമ്മുടെ കൈകളിലുണ്ട്. എൻ്റെ പൊന്നു വിദ്യാർത്ഥികൾ മനസ്സിലാക്കിക്കോ, ഇങ്ങനൊരു പരമ്പരയുള്ള ഒരു സമുദായം ലോകത്ത് നമ്മളല്ലാതെ, മുസ്ലിമീങ്ങളല്ലാതെ മറ്റൊരു സമുദായവുമില്ല.
മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു വാചകത്തിലേക്ക് പോലും ഒരു സനദ്, ഒരു പരമ്പര ഉദ്ധരിക്കാൻ ഇന്നത്തെ ജൂതന്മാർക്ക് സാധ്യമല്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാചകങ്ങളിലേക്ക് ഈസാ നബി പറഞ്ഞൊരു വാചകം പരമ്പരയോടുകൂടി ഉദ്ധരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്കും സാധ്യമല്ല. അതേ സമയത്ത് പ്രവാചകൻ പറഞ്ഞ 10,000 ഹദീസുകൾ, വിശുദ്ധ ഖുർആന്റെ 6000 ചില്ലാനും ആയത്തുകൾ, അതിന് മുഴുവനായിട്ടും പരമ്പര സഹിതം ഇന്ന ആളിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞ് ഞാൻ കേട്ടു എന്ന് പറയുന്ന കൃത്യമായ സ്വഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ അഭിമാനം. അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അത് പഠിക്കുകയും ചെയ്യണം. ആ പ്രമാണങ്ങൾ കൈവിട്ടാൽ നമ്മൾ ഇരുട്ടിലായി പോകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കുൽ ഹഖ്, ഇത് പടച്ച റബ്ബാണ്, അല്ലാഹ് ഇറക്കിയത് ഹക്കാണ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ഈ ഖുർആനും സുന്നത്തുമല്ലാത്ത മറ്റൊന്ന് തേടിപ്പോകുന്നത് അത് ളലാലത്താണ്, വഴികേടാണ്. ഹക്ക് കഴിഞ്ഞാൽ പിന്നെ ളലാലത്തല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഖുർആനും സുന്നത്തിലേക്ക് മടങ്ങണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കാലഖൈലകളിലേക്കല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രമാണങ്ങളിലേക്കല്ല, അള്ളാഹുവിൻ്റെ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടങ്ങാം. ഒരിക്കലും തെറ്റുപറ്റാത്ത, അന്നിറക്കപ്പെട്ടതുപോലെ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങളാണ്. അതാണ് നമ്മുടെ അഭിമാനം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ പ്രമാണങ്ങൾ പരീക്ഷിക്കുന്ന കേൾക്കുമ്പോൾ, പ്രമാണങ്ങളെ കൊച്ചാക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർ വിവരമില്ലാത്തവരാണ്, വിവരം കെട്ടവരാണ്, പ്രമാണങ്ങൾ പഠിക്കാത്തവർ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അതിൽ തന്നെ മരണപ്പെടുവാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.